ഇന്ന് നമ്മുടെ വേളാങ്കണ്ണിയിൽ രണ്ടാമത്തെ ദിവസമാണ്. നാട്ടിൽ നിന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു ട്രിവാൻഡ്രത്ത് നല്ല മഴയുണ്ടെന്ന്. പിന്നെ ഈ സ്പോട്ടൊക്കെ വെള്ളത്തിൽ മുങ്ങി ഞാൻ റീൽസിൽ കണ്ടായിരുന്നു. വേളാങ്കണ്ണി വന്നിട്ട് നമ്മളവിടെ പോകണം. ഒരു സ്വിമ്മിംഗ് പൂൾ തപ്പി നമ്മളിവിടെ സ്വിമ്മിംഗ് പൂളിലെത്തി. അതായത് ഞാൻ പറഞ്ഞു വന്നത് നാട്ടിൽ ഒടുക്കത്തെ മഴയും ഇവിടെ വേളാങ്കണ്ണിയിൽ ഒടുക്കത്തെ ചൂടുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് മഴ പെയ്യണമെന്നായിരുന്നു. ചൂട് കാരണം പകലൊക്കെ റൂമിലിരിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ കൂടി വിചാരിച്ചു അടുത്ത് എവിടെയെങ്കിലും റിസോർട്ടിൽ പോയി തപ്പി നോക്കാം, ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ആൾക്കാരെ കയറ്റുന്നുണ്ടെങ്കിലും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടന്നു. നിങ്ങൾ ഈ കാണുന്ന പ്രതിമ കണ്ടു, നേരെ കാണുന്ന പ്രതിമ, ആ പ്രതിമയുടെ ലെഫ്റ്റ് സൈഡാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. കാരണം എനിക്ക് റിസോർട്ടിൻ്റെ പേര് പറഞ്ഞാൽ അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ തപ്പി ആ റിസോർട്ടിൽ പെർ ഹെഡിന് 200 റുപ്പീസാണ് 1 അവറിന് അവർ ചാർജ് ചെയ്യുന്നത്. കുഞ്ഞായാലും വലുതായാലും 200 രൂപ കൊടുത്ത് ഒരു മണിക്കൂർ കുളി. സത്യം പറഞ്ഞാൽ കുളിയല്ല, ഒരു മണിക്കൂർ വെള്ളത്തിൽ അങ്ങനെ കിടക്കുക. അപ്പം കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പൂളിൽ അധികമാരില്ലായിരുന്നു, ഒരു 4 പേര് അത്ര പേരെ ഉണ്ടായിരുന്നുള്ളേ. പക്ഷെ ഇവിടെ പൂളിൽ കുളിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വെള്ളത്തിൽ അവർ നനച്ചിട്ടാണ്, ഫുൾ കുളിക്കാനല്ല ജസ്റ്റ് ഒന്ന് ബോഡി നനച്ചിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരായിട്ട് വെള്ളത്തോട്ട് ഇറങ്ങി. കണ്ടോ സന്തോഷം കണ്ടോ, അത് അവളുടെ മുഖത്ത് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കിടന്നപ്പോൾ ആഹാ എന്തൊരു ആശ്വാസമായിരുന്നു. ഇനിയൊരു സത്യം പറയട്ടെ, ഒരു മണിക്കൂറിന് വേണ്ടി 200 രൂപ അവർ പെർ ഹെഡിന് വാങ്ങിച്ചെങ്കിലും ഞങ്ങൾ 2.5 മണിക്കൂർ സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തു. കാരണം ആ തിരക്കില്ലാത്തതുകൊണ്ട് അവിടുത്തെ വാച്ച്മാൻ അധികം ഒന്നും സ്ട്രിക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പോകാം അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുളിച്ച് വെള്ളത്തിൻ്റെ സുഖം പിടിച്ച് അതിൻ്റെ അകത്തേ ഞങ്ങൾക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വേളാങ്കണ്ണി പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഇടയ്ക്കൊന്ന് ചില്ലിയണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ വരാവുന്നതാണ്. ഇനി സ്ക്രീനിൽ കാണാൻ പോകുന്ന 2 മഹത് വ്യക്തികൾ ഞങ്ങൾ കുറച്ചൊക്കെ പണിയെടുക്കാം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ കാണുന്നത്. കുളിച്ച് മടത്തിൽ ഞങ്ങൾ അങ്ങ് കയറി കുളി മതിയാക്കി. നിങ്ങൾ കാണുന്നുണ്ടല്ലേ, കുഞ്ഞു പിള്ളേർ കുളിക്കാനായിട്ട് പ്രത്യേകം ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ സേഫായിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നോളും. നാട്ടിൽ പോയിട്ട് അറിയാവുന്ന കുറച്ചുപേരോടെങ്കിലും പറയണം ഇങ്ങനെ വേളാങ്കണ്ണി സ്വിമ്മിംഗ് പൂളുള്ള കാര്യം എന്നോ ഞങ്ങൾ വിചാരിച്ചെങ്കിലും ഞങ്ങൾ കണ്ട് കഴിച്ച് നിങ്ങളെയും കാണിക്കാം. ഇത്രയ്ക്കും അധികം ആൾക്കാരുണ്ടായിരുന്നു, അതിൽ പകുതിയിൽ കൂടുതലും ഞങ്ങൾ നാട്ടുകാരായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റ.